15 ഒക്ടോബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 8 years ആഫ്റ്റർ അറസ്റ്റ് ഹൈക്കോർട്ട് എക്വിറ്റ്സ് ഫോമർ DU പ്രൊഫസർ ഇൻ UAPA കേസ്. അപ്പോൾ 8 വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിനെ ഇപ്രാവശ്യം വിട്ടയച്ചു എന്നാണ് പറയുന്നത്. UAPA കേസ് എന്താണെന്ന് അറിയാലോ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. മോർ ദാൻ 8 years ആഫ്റ്റർ ഹിസ് അറസ്റ്റ് ഫോമർ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ GN Sai Baba 52 was on Friday acquitted by the Nagpur bench of the Bombay High Court in unlawful activities prevention act case. Mr. Sai Baba, who is 90% physically disabled and wheelchair bound, arrested in 2004 for alleged links with the banned Communist Party of India Maoist. A Sessions Court later sentenced him to life imprisonment. അപ്പോൾ ഇതിൽ നമുക്ക് ആസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ UAPA എന്താണ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. രണ്ടാമത് ഈ ബാൻഡായിട്ടുള്ള ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചു PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ബാൻഡായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്. മാർക്സിസ്റ്റ് അല്ല, മാവോയിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്. അത് രണ്ടും ഓർത്ത് വെക്കുക. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അൺടൈംലി റെയിൻസ് ലീവ് പാഡി ഫാമേഴ്സ് കൗണ്ടിങ് ദർ ലോസസ്. ഇതെവിടെയാണ്? ഹരിയാനയിൽ പാഡി ഫാമേഴ്സിൻ്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അൺടൈംലി റെയിൻ, കാലം തെറ്റിയ മഴ കാരണം ഇവർക്ക് ലോസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൈദരാബാദിൽ ഇന്നലെ നമ്മൾ ന്യൂസ് ഉണ്ടായിരുന്നു, ഹെവി റെയിൻസ് കാരണം ഫ്ലഡ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ സിറ്റിയും ഫുള്ളി ജാമായി പോയിരുന്നു ഈ മഴ ഫ്ലഡ് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലുടനീളം എല്ലാ ജോഗ്രഫീസിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ നാശം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ലോസ് സംഭവിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട കർഷകർക്കെല്ലാം വളരെ കൂടുതൽ ലോസാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കൺസേൺസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ഈ ന്യൂസ് അനാലിസിസിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പല ഏരിയാസിലും ഈ പറഞ്ഞ ഫ്ലഡും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ലോസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇന്ന ജോഗ്രഫിയിൽ പണ്ട് ആസാമിലോ ബീഹാറിലോ ഒക്കെയുള്ള ഫ്ലഡ്സ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലുടനീളം ഈ പറഞ്ഞ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് എക്കോ സെൻസിറ്റീവ് സോൺ ടോപ്പ് കോർട്ട് മേ ടേക്ക് അപ്പ് കേരളാസ് റിവ്യൂ. അപ്പോൾ ഈ ന്യൂസ് എക്കോളജിയുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു, എക്കോ സെൻസിറ്റീവ് സോൺ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ നാഷണൽ പാർക്സിൻ്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറി അതുപോലെ തന്നെ മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് 1 കിലോമീറ്റർ ബഫർ പോലെ ഒരു സോൺ ഉണ്ടാവണം. അവിടെ എന്താണ് കാര്യം, അവിടെ മറ്റ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി പാടില്ല, അതൊരു ട്രാൻസിഷൻ ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിനെതിരെ കേരള ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരുന്നു. അതാണ് ന്യൂസിൽ പറയുന്നത്. സുപ്രീം കോർട്ട് മേ ആൾസോ കൺസിഡർ സെൻറ്റേഴ്സ് പ്ലെയർ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഓൺ കോർട്ട്സ് ജഡ്ജ്മെൻറ്റ് ടു ഹാവ് എ 1 കിലോമീറ്റർ എക്കോ സെൻസിറ്റീവ് സോൺ റിംഗിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഈ നാഷണൽ പാർക്കിൻ്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഒക്കെ ബൗണ്ടറിക്ക് ചുറ്റും 1 കിലോമീറ്റർ എക്കോ സെൻസിറ്റീവ് സോൺ വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് നോക്കാം. ഇൻ ജൂൺ ദ സുപ്രീം കോർട്ട് ഇൻ ഇസ് ജഡ്ജ്മെൻറ്റ് റെഫേർഡ് ടു എൻവയോൺമെൻറ്റ് മിനിസ്ട്രി ഗൈഡ് ലൈൻസ് ഹൈലൈറ്റിംഗ് ദാറ്റ് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസ് around national parks, forests and sanctuaries would function as a shock absorber for the protected areas. These zones would act as transition zone from areas of high protection to those involving ലെസർ പ്രൊട്ടക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത്. എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ്, മൈനിങ് ആക്ടിവിറ്റി പാടില്ല, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി പാടില്ല. ഇതെന്തായിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്? ഷോക്ക് അബ്സോർബറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അവരുടെ എക്കോളജിക്കലായിട്ടുള്ള ഇക്വിലിബ്രിയം അതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസിൻ്റെ സംരക്ഷണം നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആ ബൗണ്ടറിക്ക് ചുറ്റും മറ്റ് ഡെവലപ്മെൻറ്റൽ ഏരിയ, മനുഷ്യവാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഈ ബഫർ സോൺ പോലെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തിനാണ് കേരള റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞ പല ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം ജീവിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈ 1 കിലോമീറ്റർ റേഡിയസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമായതുകൊണ്ടാണ് റിവ്യൂ പെറ്റീഷൻ പോകുന്നത്. പിന്നെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് A380 ടച്ചസ് ഡൗൺ ഇൻ ബാംഗ്ലൂരു. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റാണ് A380 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് എയർബസ് A380 മേഡ് ഇറ്റ്സ് മെയ്ഡൻ ടച്ച് ഡൗൺ അറ്റ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓൺ ഫ്രൈഡേ. അപ്പോൾ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ബാംഗ്ലൂർ, കർണാടകയാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത് നോ ടൈം ഫോർ പ്ലസേബോ, ഇന്ത്യ ഹാസ് ടു വർക്ക് ഹാർഡർ ഓൺ ദ ഇമേജ് ഓഫ് ഹാവിങ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡ്രഗ് റെഗുലേറ്റർ എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രഗ് റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഡ്രഗ്സ്, അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ എത്രമാത്രം അത് എഫിഷ്യൻ്റ് ആണ്, അതിന് വേറെ ഏതെങ്കിലും ഇൽ ഇഫക്ട്സ് ഉണ്ടോ,
അതുപോലെ തന്നെ അഡ്വേഴ്സ് എഫക്ട്സ് കാരണം ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നമുക്കൊരു റെഗുലേറ്റർ വേണം. അവരുടെ എഫിഷ്യൻസി ശ്രദ്ധിക്കണം. കാരണം ഇന്ത്യ ആസ് സച്ച് ഒരു ഹൈ പ്രൊഫൈൽ രാജ്യമാണ് വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ. അതുപോലെ തന്നെ മറ്റ് ടാബ്ലറ്റ്സ്, ഇപ്പോൾ പാരസെറ്റമോൾ പോലത്തെ ടാബ്ലറ്റ്സ്, അങ്ങനെയുള്ള പല ഡ്രഗ്സും നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിക്കസി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യുന്ന ഒരു റെഗുലേറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ്സൊക്കെ വളരെ സ്ട്രിഞ്ചൻ്റായി ചെക്ക് ചെയ്യുന്നൊരു സിസ്റ്റം നമുക്കിവിടെ വേണം, ഒരു റെഗുലേറ്റർ നമുക്ക് വേണം എന്നുള്ളതാണ് ഈ ന്യൂസ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് മെയ്ഡൻ ഫാം എന്ന് പറഞ്ഞ ഹരിയാനയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്ന, അവർ ഈ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഈ മറ്റേ കഫ് സിറപ്പും അതുപോലെ തന്നെ കോൾഡ് ആൻഡ് കഫ് സിറപ്പ്, കുട്ടികളുടെ പീഡിയാട്രിക് ആയിട്ടുള്ള ഡ്രഗ്സാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. എവിടത്തേക്കാണ്? ഈ കഴിഞ്ഞ പ്രാവശ്യം ഗാംബിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിൽ ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെയധികം കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടിയത് കാരണം 66ഓളം കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഇല്ലിഫക്റ്റ്, ഒന്ന് ആ കുട്ടികൾ മരിച്ചതെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് എന്ന് വെച്ചാൽ അത് ഇന്ത്യ പോലൊരു ഹൈ പ്രൊഫൈൽ രാജ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യത്ത് അവരുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സീരിയസ് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യസ് എപെക്സ് ഡ്രഗ് റെഗുലേറ്റർ, ദ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO ഹാസ് ബാർഡ് ഹരിയാന ബേസ്ഡ് മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഫ്രം മാനുഫാക്ചറിങ് മെഡിസിനൽ ഡ്രഗ്സ്. അപ്പോൾ മെഡിസിനൽ ഡ്രഗ്സിന് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കിയിട്ടുണ്ട്, അവരെ ബാർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എവിടത്തേക്കാണ് പോയത് നമ്മൾ പറഞ്ഞു, ഗാംബിയയിലേക്കാണ് പോയത്. ദിസ് വാസ് ആഫ്റ്റർ സം ഓഫ് ദ കോൾഡ് ആൻഡ് കഫ് സിറപ്പ് ഇറ്റ് മാനുഫാക്ചർ ആൻഡ് എക്സ്പോർട്ടഡ് ടു ഗാംബിയ വർ മാർക്കഡ് ഔട്ട് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ് ബീങ് ലിങ്ക്ഡ് ടു ഡെത്ത്സ് ഓഫ് 66 ചിൽഡ്രൻ. 66 കുട്ടികൾ മരിച്ചതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ മെയ്ഡൻ ഫാർമർ റെസ്പോൺസിബിളാണ് ഈ കഫ് സിറപ്പ് കാരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ എന്താണ് കണ്ടാമിനൻ്റ് എന്ന്. എന്താണ് കണ്ടാമിനൻ്റ്? ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ, DEG ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. എന്താണത് കാരണമാക്കിയത്? കിഡ്നി ഫെയിലിയർ, എക്യൂട്ടായിട്ടുള്ള കിഡ്നി ഫെയിലിയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യം, ഒരു ജീവൻ പോലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് 66 കുട്ടികളുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിലാണെങ്കിൽ ശരി, ആ ഓർഗനൈസേഷൻ്റെ തലത്തിലാണെങ്കിൽ ശരി, മോഡൽ പണിഷ്മെൻറ്റ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടെക്നിക്കൽ കമ്മിറ്റി ടു അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ ഇറ്റ്സ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ അഗേൻസ്റ്റ് എ കമ്പനി എന്നാണ്. അപ്പോൾ ഏത് ആക്റ്റാണ് നമുക്ക് നോക്കാം. The provisions of India Drugs and Cosmetics Act in theory come down heavily on manufacturers. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടാമിനൻസ് വല്ലോ ഈ പറഞ്ഞ മെഡിസിനൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യസ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷം തടവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ പിഴയാണ്. ദീസ് പ്രൊവിഷൻസ് ഹാസ് ബീൻ റയർലി എക്സിക്യൂട്ടഡ് ഡിസ്പൈറ്റ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് DEG പോയ്സണിങ് ഇൻ ഇന്ത്യ. അപ്പം ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ലോ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വളരെ കുറവാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റും കൂടി ഇവർ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ 10 വർഷത്തെ ഇംപ്രിസൺമെൻറ്റും ഒക്കെ പറഞ്ഞിട്ടും ഇവർ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് റെയർലിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. മുമ്പത്തെ ഒരു ഇൻസ്റ്റൻസ് അവർ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഡിജിറ്റൽ വിഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഇതേപോലെ 13 കുട്ടികൾ ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും മരിച്ചൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. അതും ഇതേപോലെ ഈ എന്താ പറയുക, ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ കൂടുതൽ പ്രസൻസ് അതിൻ്റെ ഈ പറഞ്ഞ കഫ് സിറപ്പിലൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പം ഇങ്ങനൊരു കാര്യം നെഗ്ലിജൻസ് ആണ്, ഇഗ്നോറൻസ് ആണ്. കാരണം മുമ്പ് പറ്റിയൊരു കാര്യം, 2020 പറ്റിയൊരു കാര്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് റെഗുലേറ്ററിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം ആരാണോ ഈ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കുറവാണ് എന്ന് തന്നെ പറയണം. കാരണം 13 കുട്ടികളുടെ മരണം ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലൊക്കെ നടന്നതിന് ശേഷവും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, അലേർട്ട്നെസ് ഇല്ലായ്മ തന്നെയാണ്, വിജിലൻസ് ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതർ ഇൻസ്പെക്ഷൻസ് ബൈ റെഗുലേറ്ററി ബോഡീസ് ഫൗണ്ട് ദാറ്റ് ഡിജിറ്റൽ വിഷൻ ഹാഡ് വയലേറ്റഡ് മാൻഡേറ്ററി manufacturing practices that would have ensured drugs were not contaminated with the DEG. However, there has been no successful prosecution because, as in other instance of adulteration, there is a little sustained follow-up to prove to the courts that the products were directly responsible for the deaths. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമവശം എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡയത്തിലീൻ ഗ്ലൈക്കോൾ പോലൊരു സാധനം കണ്ടാമിനൻ്റ് ആയിട്ട് കൂടാൻ കാരണം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് ഫോളോ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്നിട്ടും പ്രോസിക്യൂഷൻ ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതും പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഡയറക്റ്റ്ലി ആ കുട്ടികൾ മരിച്ചത് എന്ന് പറയാൻ
പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഡിജിറ്റൽ വിഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്ക് ഉണ്ടായിട്ടും മെയ്ഡ് ഇൻ ഫാർമ പോലെ ഒരു ഫാർമസ്യൂട്ടിക്കൽസ് വീണ്ടും ഈ പറഞ്ഞ റൂൾസ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഗിവൺ ദ ഡെത്ത്സ് ഇൻ ദ Gambia have evoked on an international outcry, it was highlighted by the WHO and India has a reputation as a major global supplier of drugs and vaccines. There will be likely a greater scrutiny for India's actions. അപ്പോൾ ഇനി എന്ത് പറ്റും? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിപ്പോൾ ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. പിന്നെ ഈ ഡിജിറ്റൽ വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും മരണത്തിന് കാരണമായത്. നേരെ മറിച്ച് ഇതിപ്പം എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡ്രഗിൽ ഗാംബിയയിലായതുകൊണ്ട് WHO-ൻ്റെയും കൂടി സ്ക്രൂട്ടണി സർവൈലൻസ് അതിലുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ഡ്രഗ് മാനുഫാക്ചറാണ്, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മെയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ് ഹൂസ് പ്രൊഡക്റ്റ് വാസ് ബാൻഡ് ഇൻ കേരള earlier flagged for substandard quality in Tamil Nadu has marketed the same formulation under different names and there is no reason to assume that their domestic wares undergo a high standard of production. അപ്പോൾ മനസ്സിലായല്ലോ എത്രമാത്രം സ്ട്രിഞ്ചൻ്റ് ആണ് കേരളത്തിലെ പോലെയുള്ള ഒരു ഹെൽത്ത് മെഷീനറി എന്ന് പറയുന്നത്. മെയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രൊഡക്ട്സ് കേരളത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയതുകൊണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റം വേണം. അതേപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാൽ തമിഴ്നാടും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് മെയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രൊഡക്ട്സ്. എത്രമാത്രം അത് ഒരു റെഗുലേറ്ററിൻ്റെ ഫംഗ്ഷൻ ബാക്കിയുള്ളവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം കേരളത്തിൽ ഇതുപോലെ പിന്നെ മരണത്തിന് കാരണമാവുമായിരുന്നു ഇത് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ. പക്ഷേ റെഗുലേറ്ററിനെ അതിന് സമ്മതിച്ചു തന്നെ പറ്റുള്ളൂ. ഇതിൻ്റെ സമ്മറിയായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? ഇന്ത്യ ഒരു ഡ്രഗ് മാനുഫാക്ചറാണ്, മെഡിസിനൽ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമാണ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കാണുന്നത്. ഇന്ത്യ സയൻസിലും മെഡിസിനിലും ഒക്കെ അഡ്വാൻസ്മെൻറ്റ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. റെഗുലേറ്റേഴ്സ് വേണം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇംപാർഷ്യൽ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് കൃത്യമായ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ പാരാമീറ്റേഴ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ വെച്ചിട്ടുള്ള കൃത്യമായ ഒരു റെഗുലേഷൻ ഈ മെഡിസിനൽ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൊഫൈലെന്ന് മാത്രമല്ല ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നതിൽ കാരണമാവും അത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ലാപ്സസ്, റെഗുലേറ്ററി ലാപ്സ് അല്ലെങ്കിൽ ഇഗ്നോറൻസ്, വിജിലൻസ് ഇല്ലായ്മ പാടില്ല എന്നതാണ് ഇതിൻ്റെ സമ്മറി. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഈസ് ഔട്ട്. ഇന്ത്യ ഇൻ സീരിയസ് കാറ്റഗറി അറ്റ് റാങ്ക് 107. വളരെ മോശം കാറ്റഗറിയിലാണ് ഇന്ത്യ ഹങ്കർ ഇൻഡെക്സ് വന്നപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾ, ഇന്ത്യക്ക് മുന്നേയുള്ള രാജ്യങ്ങൾ നോക്കൂ. ദ കൺട്രി റാങ്ക്സ് ബിലോ ശ്രീലങ്ക 64, നേപ്പാൾ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ ഇസ് ദ ഓൺലി സൗത്ത് ഏഷ്യൻ കൺട്രി ദാറ്റ് ലാക്സ് ബിഹൈൻഡ് ഇന്ത്യ ഇൻ ദ ലിസ്റ്റിംഗ്. അപ്പോൾ വളരെ മോശം കണ്ടീഷനാണ്. ഏത് തരത്തിലാണെങ്കിലും ഈ പറഞ്ഞ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പല ഇതുണ്ട്. അതായത് ഈ പറഞ്ഞ ഭക്ഷണം കിട്ടാത്ത, വിശപ്പ് സഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഉന്നമനം ആയിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കോർ 9.9 താഴെയാണെങ്കിൽ ലോ, 10 to 19.9 ആണെങ്കിൽ മോഡറേറ്റ് എന്നാണ്, 20 to 34.9 സീരിയസ്, അതിലാണ് ഇന്ത്യ ഉള്ളത്. 35 to 49.9 അലാമിംഗ് ആണ്. 50 കൂടുതലാണെങ്കിൽ എക്സ്ട്രീംലി അലാമിംഗ് ആണ്. ഇപ്പോൾ ഇന്ത്യ സീരിയസ് കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പോൾ നോക്കൂ, ഇന്ത്യൻ്റെ കൂടെ 107 ഇന്ത്യ. ഇന്ത്യൻ്റെ കൂടെയുള്ള രാജ്യങ്ങൾ കേട്ട ഞെട്ടിപ്പോവും. റവാണ്ട ആഫ്രിക്കൻ രാജ്യമാണ്, നൈജീരിയ, എത്യോപ്യ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സുഡാൻ, ഇന്ത്യ, സാംബിയ, അഫ്ഗാനിസ്ഥാൻ, ടിമോർ ലെസ്തെ. അപ്പോൾ ഈ ലിസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. സെപ്റ്റംബറിലെ എക്സ്പോർട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിലെ എക്സ്പോർട്സ് ഗ്രൂ 4.8% റിവൈസ് ഡാറ്റ ഷോ എന്നാണ് പറയുന്നത്. അപ്പോൾ റിവൈസ് ഡാറ്റ എന്താണ് കാണിക്കുന്നത്? സെപ്റ്റംബറിലെ എക്സ്പോർട്സ് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4.8% എക്സ്പോർട്ട്, കയറ്റുമതി കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്തത് സ്പോർട്സ് ന്യൂസാണ്. മുഷ്താഖ് അലി ട്രോഫി ആയി ബന്ധപ്പെട്ട ന്യൂസാണ്. മുഷ്താഖ് അലി ട്രോഫിയിൽ ഉത്തർപ്രദേശ് ഡൽഹിയെ തോപ്പിച്ചു എന്നാണ് ന്യൂസ് ഉള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുഷ്താഖ് അലി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. എന്താണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് മുഷ്താഖ് അലി ട്രോഫി. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.